Hello, all my beautiful souls. Welcome back to my channel. Hope you guys are doing awesome today. നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ ആൻഡ് എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ് എന്നാണ് നമ്മളിന്ന് കളക്റ്റീവായിട്ട് നോക്കുന്നത്. സോ നിങ്ങളുടെ കറന്റ് സിറ്റുവേഷനൊക്കെ ഒന്ന് മനസ്സിലോർക്കുക. എന്താണ് നിങ്ങൾ ഫീൽ ചെയ്യുന്നത്? ലെറ്റ്സ് സീ. ഓക്കെ, സോ നിങ്ങൾ എന്തെങ്കിലും രണ്ട് കാര്യത്തിന്റെ ഇടയിൽ കുറച്ച് കഷ്ടപ്പെടുന്നുണ്ടായിരിക്കണം. ഓക്കെ, മെന്റലി, ഫിസിക്കലി. ഓക്കെ, ചില പ്ലേസിൽ നിന്ന് നിങ്ങൾക്ക് മാറി നിൽക്കാൻ പറ്റാത്തതായിരിക്കാം, അല്ലെങ്കിൽ ചില ആളുകളുടെ മെമ്മറീസ് ആയിരിക്കാം, അല്ലെങ്കിൽ രണ്ട് സിറ്റുവേഷൻ ആയിരിക്കാം. നിങ്ങൾ രണ്ട് സിറ്റുവേഷൻ ഈ ഒരു സമയത്ത് ഡീൽ ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ രണ്ട് പ്രോബ്ലംസ് ആയിരിക്കാം. ഓക്കെ, സോ നിങ്ങളുടെ കരിയർ റിലേറ്റഡ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന ഒരു പ്രോബ്ലംസ് ആയിരിക്കാം ഈ ഒരു സമയത്ത് നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾക്കത് എങ്ങനെ സോൾവ് ചെയ്യണം എന്ന് അറിയുന്നുണ്ടായിരിക്കില്ല, എന്തിലേക്ക് പോകണം എന്നുള്ളത് അറിയുന്നുണ്ടായിരിക്കില്ല, എന്ത് ചൂസ് ചെയ്യണം എന്നുള്ളത് അറിയുന്നുണ്ടായിരിക്കില്ല. ഓൾറൈറ്റ്, അത് ഈവൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഉണ്ടാവുന്ന ഒരു രണ്ട് ഓപ്ഷൻ ആയിരിക്കാം, രണ്ട് മൈൻഡ് ആയിരിക്കാം. ഓക്കെ, സോ അതിൽ നിന്നായിരിക്കാം നിങ്ങൾ ഏറ്റവും കൂടുതൽ ഈ ഒരു സമയത്ത് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കുക. എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് വേണമെന്നുണ്ടായിരിക്കണം, വേണ്ടാന്നുണ്ടായിരിക്കണം. ഓൾറൈറ്റ്, അല്ലെങ്കിൽ രണ്ട് ഓപ്ഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കാം. നിങ്ങൾ കുറച്ചുകൂടി നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കാൻ ശ്രമിക്കുക ഈ ഒരു സമയം. വാട്ട്സ് യുവർ കറന്റ് സിറ്റുവേഷൻ? What's the message for you? ഈ സമയത്ത് നിങ്ങൾക്ക് തോന്നുന്ന ചില ആഗ്രഹങ്ങൾ, നിങ്ങളുടെ ഫീലിങ്സ് ആണ് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടാവുന്നുണ്ടായിരിക്കണം. അത് ഈ ഒരു സമയത്ത് നിങ്ങൾക്കത് കിട്ടുന്നുണ്ടായിരിക്കില്ല. അതുകൊണ്ടായിരിക്കാം ഈ ഒരു സമയത്ത് നിങ്ങൾ സാഹചര്യം കൊണ്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കാം. സോ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു സമയം നിങ്ങൾക്ക് അത്ര ഒരു ആഗ്രഹമുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ അത് കാരണം നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ലാതെ ഈ ഒരു സമയം ശ്രദ്ധിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ്. ചില കണക്ഷൻ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് കൊണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്ട്രഗിൾ ഉണ്ടായിരിക്കാം. നിങ്ങൾ കുറച്ചുകൂടെ മനസ്സിലാക്കണം, നിങ്ങളുടെ അവസ്ഥ കുറച്ചുകൂടെ കണക്ട് ചെയ്യേണ്ട ഒരു സമയമാണ്. ഓക്കെ, കാരണം ഈ ഒരു സമയത്ത് പല കാര്യങ്ങളും സംഭവിക്കുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ സിറ്റുവേഷൻസ് ഒരുപാട് കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങൾ പാനിക് ആവാനുള്ള സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. ഒരുപാട് ഓവർ ആങ്സൈറ്റി, ടെൻഷനൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കണം. അത് ഈവൻ ചില ആളുകൾക്ക് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ചില എക്സൈറ്റ്മെന്റ് ആണ്. ഓക്കെ, സോ നിങ്ങൾ ആരെങ്കിലും കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ്, നിങ്ങളുടെ ഫീലിങ്സ്, ആ വ്യക്തിയോട് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിനോട് നിങ്ങൾക്കുള്ള ഒരു വലിയൊരു ഡിസയർ ഒക്കെ ആയിരിക്കാം. നിങ്ങൾക്ക് എങ്ങനെ അത് കൺട്രോൾ ചെയ്യണം എന്നുള്ളത് അല്ലെങ്കിൽ എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം, റിലേറ്റ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കില്ല. ചില ആളുകൾ നിങ്ങൾ ഒരുപാട് സപ്രസ്ഡ് ആവുന്നത് നിങ്ങളുടെ ഒരു സന്തോഷമായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടെയാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എന്തോ ഒരു ലൈഫ് സിറ്റുവേഷനിൽ കൂടെ ഈ ഒരു സമയം നിങ്ങൾ പോകുന്നുണ്ട്. Alright, what you need to hear. എക്സാക്ട്ലി, നിങ്ങൾ കുറച്ചുകൂടെ സാഹചര്യം, നിങ്ങളുടെ ചുറ്റിലും നടക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് തോന്നുന്ന മെയിനായിട്ട് നിങ്ങളുടെ ആഗ്രഹം, നിങ്ങൾക്ക് തോന്നുന്ന ഫീലിങ്സ് കുറച്ചുകൂടെ കോൺഷ്യസ് ആയിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓൾറൈറ്റ്, കാരണം നിങ്ങൾ ഓവർ എക്സൈറ്റ്മെന്റ് കൊണ്ട് അല്ലെങ്കിൽ ഓവർ പാനിക് ആവുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ സിറ്റുവേഷൻസ് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആക്കാനും അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ള കാര്യത്തിലേക്കോ എന്തെങ്കിലും തെറ്റായിട്ടുള്ള ഒരു ഡിസിഷനിലേക്ക് വരാനോ, ചില കാര്യങ്ങൾ നിങ്ങളുടെ ഒരു എക്സൈറ്റ്മെന്റ് കാരണം അല്ലെങ്കിൽ നിങ്ങളുടെ പേടി കാരണം നിങ്ങൾ അത് വിട്ടുപോകാനോ ഉള്ള സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. സോ സിറ്റുവേഷൻ നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. കുറച്ചുകൂടെ ബോധപൂർവം കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു സമയമാണ്. ഓക്കെ, സോ നിങ്ങളുടെ ഒരു ഫാന്റസി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇമാജിനേഷന് പുറത്തേക്ക് വന്ന് റിയാലിറ്റി ആയിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ട ഒരു സമയമാണ്. ഓക്കെ, ഇമാജിനേഷൻ എന്ന് പറയുന്നത് മേ ബി നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങളായിട്ട് ചിന്തിച്ചു കൂട്ടുന്ന കാര്യങ്ങളായിരിക്കാം, നിങ്ങൾ വിശ്വസിക്കുന്ന ചില കാര്യങ്ങളായിരിക്കാം. മേ ബി അങ്ങനെ ആയിക്കൊള്ളണം എന്നില്ല കാര്യങ്ങൾ. ഓക്കെ, സോ നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യാം. കാരണം ചില കാര്യങ്ങൾ നിങ്ങൾ ബോധപൂർവം തന്നെ നേരിടണം അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട സാഹചര്യമാണ് ഈ ഒരു സമയം. നിങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ചില ബിലീഫ് അല്ലെങ്കിൽ എസ്പെഷ്യലി നിങ്ങളുടെ ഉള്ളിൽ സംഭവിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ, നിങ്ങളുടെ തോട്ട്സ് ആയിരിക്കാം, നിങ്ങളുടെ ഫീലിങ്സ് ആയിരിക്കാം, ഒരു വ്യക്തിയെ പറ്റി അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനെ പറ്റിയിട്ട് നിങ്ങൾ ചിന്തിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ, അത് ബ്രേക്ക് ആവുന്ന എന്തെങ്കിലും സിറ്റുവേഷൻ, അത് അങ്ങനെയല്ല എന്ന് കാണിക്കുന്ന അല്ലെങ്കിൽ അതിന് വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്കൊരു കൂടുതൽ അവെയർ ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് നിങ്ങളെ ലീഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കാരണം ചില കാര്യത്തിന്റെ റിയൽ ആയിട്ടുള്ള ഒരു സ്വഭാവം നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ പോകുന്ന ഒരു സമയമായിരിക്കാം. അല്ലെങ്കിൽ റീസെന്റ് ആയിട്ട് നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും
കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം, നിങ്ങൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം, നിങ്ങളുടെ ഒരു ഇമാജിനേഷന് പുറമെ ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കണം. സോ അതിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുന്ന സമയത്ത് അല്ലെങ്കിൽ മാറ്റം നിങ്ങളെ കൂടുതൽ കണക്ട് ചെയ്യുന്നുണ്ട്. അതുമായിരിക്കാം ചില ആളുകൾക്ക് നിങ്ങൾക്ക് ആ ഒരു റിയാലിറ്റിയും ആൻഡ് നിങ്ങൾ ഇത്ര കാലം വിശ്വസിച്ചിട്ടുള്ള കാര്യത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു മാറ്റം കൊണ്ടായിരിക്കാം നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, ആ ഒരു രണ്ട് സിറ്റുവേഷനിലായിരിക്കാം നിങ്ങൾ കുടുങ്ങി കിടക്കുന്നുണ്ടായിരിക്കാം. ഓൾറൈറ്റ്, ലെറ്റ്സ് സീ റിലേറ്റഡ് നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനായിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓൾറൈറ്റ്, സോ ഓരോരുത്തർക്കും ഓരോരോ കാര്യങ്ങളായിരിക്കാം. ഓൾറൈറ്റ്, സോ ഈ ഒരു സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ കൺട്രോൾ അല്ലാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഫ്ലോയിൽ പോവാ എന്നുള്ളതാണ്. കാരണം ചില ആളുകൾ ഓവർ സന്തോഷം കൊണ്ടോ ഓവർ സങ്കടം കൊണ്ടോ സിറ്റുവേഷൻസ് ഒരുപാട് പ്രോബ്ലം ആക്കാനുള്ള സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. സോ അത് കുറച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കാം. അല്ലെങ്കിൽ ഈ ഒരു സമയം എങ്ങനെയാണോ പോകുന്നത് അങ്ങനെ പോവാൻ ശ്രമിക്കുക ലൈഫിൽ സിറ്റുവേഷൻ ആയിട്ട്. ഓൾറൈറ്റ്, അല്ലെങ്കിൽ ഈ ഒരു സമയം സംഭവിക്കുന്ന കാര്യങ്ങൾ അത് ആക്സെപ്റ്റ് ചെയ്യുക ആൻഡ് ദാറ്റ്സ് യുവർ റിയാലിറ്റി. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങൾ കുറച്ചുകൂടെ കണക്ട് ചെയ്യേണ്ടത് നിങ്ങൾ എന്താണ്, എന്ത് അവസ്ഥയിൽ കൂടെയാണോ ഈ ഒരു സമയത്ത് പോകുന്നത് അത് ലൈഫിന്റെ ഒരു ഭാഗമാണ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ എടുക്കേണ്ടതായിട്ടുള്ള ചില റോൾ ആയിരിക്കാം, നിങ്ങൾ ആരുടെങ്കിലും ലൈഫിലായിരിക്കാം, അല്ലെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾ ഈ ഒരു സമയം നിങ്ങളെ കണക്ട് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ഞാൻ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങോട്ടാണ് ലീഡ് ചെയ്യുന്നത് എന്നുള്ളതായിരിക്കാം. എസ്പെഷ്യലി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാവില്ല നിങ്ങൾ എന്താണോ ഈ ഒരു സമയത്ത് ചെയ്യുന്നത്. ചില ആളുകളുടെ ഒരു സിറ്റുവേഷൻ അങ്ങനെ ആയിരിക്കാം. ഓക്കെ, നിങ്ങൾ എന്താണോ ചെയ്യുന്നത്, എന്തിലാണോ ഇൻവോൾവ് ആയിട്ടുള്ളത്, അത് ഈവൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അവിടെ നിൽക്കുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാവുന്നുണ്ടായിരിക്കാം. ഓക്കെ, കാരണം നിങ്ങളുടെ ഒരു റിയൽ ഫീലിങ്സ്, റിയൽ സിറ്റുവേഷൻസ് നിങ്ങൾക്ക് പുറത്തേക്ക് കാണിക്കാൻ സാധിക്കുന്നില്ല. ഓൾറൈറ്റ്, സോ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനായിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യുക. നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിരിക്കണം, പക്ഷെ നിങ്ങൾ പുറമേ കാണിക്കുന്നത് വളരെ പ്ലസന്റ് ആയിട്ടായിരിക്കാം, വളരെ സന്തോഷമായിട്ടായിരിക്കാം. ഈവൻ അത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു പേഴ്സന്റെ അടുത്താണെന്നുണ്ടെങ്കിലും നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾക്കത് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നില്ല. ലെറ്റ്സ് സീ വാട്ട് യു നീഡ് ടു ഹിയർ റൈറ്റ് നൗ. വാട്ട്സ് യുവർ കറന്റ് സിറ്റുവേഷൻ? മനസ്സിലാക്കുക, നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ്. കാരണം നിങ്ങൾ ഒരുപാട് എക്സോസ്റ്റഡ് ആവുന്നുണ്ട്. ഓക്കെ, അത് മേ ബി ലൈക്ക് നിങ്ങളെ എന്താണ് നിങ്ങളുടെ ഒരു റിയൽ ആയിട്ടുള്ള കാര്യം, നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടും ആയിരിക്കാം. ഓക്കെ, ചില ആളുകൾ അത് മനസ്സിലാക്കി വരുന്നേ ഉണ്ടായിരിക്കുള്ളൂ. സോ നിങ്ങൾ മനഃപൂർവ്വം നിങ്ങളുടെ ഒരു ഫീലിങ്സ് കാര്യങ്ങൾ ഹൈഡ് ചെയ്യുക എന്നുള്ളതല്ല, പക്ഷെ നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു സാഹചര്യം കൊണ്ട് നിങ്ങൾ പോലും അത് ശ്രദ്ധിക്കുന്നില്ല നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത്. ഓക്കെ, മേ ബി നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, എസ്പെഷ്യലി റിലേഷൻഷിപ്പിലൊക്കെ വരുന്ന സമയത്ത്, ചില കണക്ഷൻസിലൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ആക്ച്വലി നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങൾ കൺസിഡർ ചെയ്യാൻ ഉള്ള ഒരു സാഹചര്യത്തിലല്ല നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങളായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കില്ല. ഓക്കെ, നിങ്ങൾ ചില ആളുകൾ സന്തോഷിപ്പിച്ച് നിർത്തുന്നുണ്ടായിരിക്കണം നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, നിങ്ങൾ ആക്ച്വലി ഒരുപാട് സപ്രസ്ഡ് ആവുന്നത് നിങ്ങളുടെ ഒരു റിയൽ ഫീലിങ്സും നിങ്ങൾ ഫേക്ക് ചെയ്യുന്ന ഒരു ഫീലിങ്സിലും ആണ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഫേക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു റിയൽ സിറ്റുവേഷൻ നിങ്ങൾ റിലേറ്റ് ചെയ്യുക നിങ്ങളുടെ ലൈഫായിട്ട്. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഒരു ഫീലിങ്സ് നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ മൈൻഡ് ഒരുപാട് എക്സോസ്റ്റഡ് ആവുന്നുണ്ട്, നിങ്ങളുടെ ഫീലിങ്സ്. ഓക്കെ, സോ ചില ആളുകൾ നിങ്ങൾ ഒരുപാട് എക്സോസ്റ്റഡ് ആവുന്നത് നിങ്ങൾ ചില കാര്യങ്ങൾ ഒരുപാട് നിങ്ങൾ ഫാന്റസൈസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലും നിങ്ങളെ കണക്ട് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ടോക്സിക് ആവുന്ന ചില കാര്യങ്ങളായിരിക്കാം നിങ്ങളുടെ വലിയൊരു സന്തോഷമായിട്ട് ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓക്കെ, സോ ചില കാര്യങ്ങള് മേ ബി നമ്മുടെ ലൈഫിൽ മാറ്റി നിർത്തുന്നത് അത് നമുക്ക് റൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം അല്ലാത്തത് കൊണ്ടായിരിക്കാം. ഓക്കെ, പക്ഷെ നമുക്ക് അവിടെ എന്തൊക്കെയോ ഒരു അറ്റാച്ച്മെന്റ്, അല്ലെങ്കിൽ നമുക്ക് അത് തന്നെയാണ് വേണ്ടത് എന്നുള്ള ഒരു വാശി, അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കാതെ ചില കാര്യങ്ങൾ നമ്മൾ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലൈഫ് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ എസ്പെഷ്യലി നിങ്ങൾ കുറെ കാലമായിട്ട് എന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങൾ ടൈം ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ആർക്ക് വേണ്ടിയിട്ടാണോ, എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങളുടെ ടൈം, ഇമോഷൻസ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അത് ഈവൻ നിങ്ങൾക്ക് സന്തോഷമുള്ള ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു കാര്യമായിരിക്കാം, പക്ഷെ അത് നിങ്ങളൊരു ഫ്യൂച്ചറിലേക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾക്കത് ബെനിഫിറ്റ്സ് ഉള്ള കാര്യമാണോ, നിങ്ങൾക്കത് ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണോ എന്നുള്ളതും നിങ്ങൾ ബോധപൂർവം ചിന്തിക്കേണ്ട ഒരു സമയമാണ്. ഓൾറൈറ്റ്, നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് മസ്റ്റ് ആയിട്ട് റിലേറ്റ് ചെയ്യാം, കാരണം ഇത് ഒരുപാട് ആളുകൾക്കുള്ള മെസ്സേജ് ആണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുണ്ട്. സോ ഈ ഒരു സമയത്ത് എന്തെങ്കിലും ഒരു കാര്യം
നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ചില കാര്യങ്ങള് ചിലത് ആക്ച്വലി ഇറ്റ്സ് ലൈക്ക് വാട്ട് ഐ എം ഹിയറിംഗ് ഈസ് ലൈക്ക് നിങ്ങളുടെ ചില ഇമാജിനേഷൻ, നിങ്ങളുടെ ചില ഫാന്റസി ഒക്കെയാണ് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ. ഓൾറൈറ്റ്, സോ എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അത് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണോ എന്നുള്ളത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ടൈമാണ്. അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത്, അത് നിങ്ങൾക്ക് എക്സാക്ട്ലി വേണ്ട ഒരു കാര്യമാണോ, അതാണോ നിങ്ങളുടെ ഒരു റിയൽ ഹാപ്പിനെസ്, ആൻഡ് എന്തിനാണ് നിങ്ങൾ അത് ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുന്നത്, അതൊക്കെ നിങ്ങൾ സ്വയം ക്വസ്റ്റ്യൻ ചെയ്യുന്നത് നല്ലതാണ്. കാരണം നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ഒരുപാട് നിങ്ങൾ എക്സോസ്റ്റഡ് ആക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് സ്ട്രഗിൾ നിങ്ങൾ സെൽഫായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഔട്ട്സൈഡ് എന്നല്ല നിങ്ങൾക്ക് ആ ഒരു സ്ട്രഗിൾ ഉണ്ടാവുന്നത്. ഓക്കെ, കാരണം നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് കാര്യത്തിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുണ്ട്. ഓക്കെ, നിങ്ങൾ പുതിയ അവസരത്തിലേക്ക് കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു മൊമെന്റിൽ ലൈഫിൽ എന്തൊക്കെയാണോ നിങ്ങൾക്ക് കുറച്ചുകൂടെ എൻഗേജ്ഡ് ആക്കി വെക്കാനുള്ള കാര്യങ്ങൾ, അതിലേക്ക് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യാം. ഓക്കെ, പാസ്റ്റിൽ തന്നെ ഇങ്ങനെ സ്റ്റക്ക് ആയിട്ട് നിൽക്കാതിരിക്കുക. എക്സാക്ട്ലി ഇത് ഒരുപാട് ആളുകൾക്കുള്ള മെസ്സേജ് ആണ്. വെരി കെയർഫുൾ നിങ്ങൾ എന്താണ് ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുന്നത് എന്നുള്ളത്. ആ ഒരു കാര്യം നിങ്ങൾ വീണ്ടും 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 കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫീലിങ്സിലേക്കാണ് നിങ്ങൾ ടൈം അവിടെ ഒരുപാട് വേസ്റ്റ് ആക്കുന്നുണ്ടെങ്കിൽ ഗൈസ്, അത് നിങ്ങൾക്ക് അത്ര ഒരു ആഗ്രഹമുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളൊന്നും ചെയ്യാണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യാം. പക്ഷെ നിങ്ങൾ അതിൽ ഒരുപാട് ടൈം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ കുറച്ചുകൂടെ നിങ്ങൾ സെൽഫ് ഫോക്കസ്ഡ് ആവുക. ഓക്കെ, എസ്പെഷ്യലി ആളുകള് മറ്റെന്ത് ഡിസൈറിനേക്കാൾ കൂടുതൽ ആളുകളായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കണക്ഷൻ, അതായിട്ട് നിങ്ങൾ എന്താണോ നിങ്ങൾ ഒരുപാട് ടോക്സിക് ആക്കുന്നത്, നിങ്ങൾ ഒരുപാട് ഫാന്റസൈസ് ചെയ്യുന്നത്, അതൊക്കെ ഒന്ന് ജസ്റ്റ് എസ്പെഷ്യലി നിങ്ങൾ എന്ത് കാര്യത്തിലാണോ പാസ്റ്റിൽ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നത്, കുറെ കാലമായിട്ട് ഉള്ള അതേ സ്റ്റോറിയിൽ കൂടെ നിങ്ങൾ പോകുന്നത്, അതൊക്കെ ഒന്ന് ജസ്റ്റ് റീഫ്രഷ് ചെയ്യേണ്ട ഒരു ടൈമാണ്. ആൻഡ് അതൊക്കെ ഒന്ന് മാറ്റേണ്ട ഒരു ടൈമാണ്. ഓൾറൈറ്റ്, ലൈഫിലെ സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യുക. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ്.